Hi students, Appleby Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇക്കഴിഞ്ഞ ജൂൺ 2025 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ക്വസ്റ്റൻ ആക്ച്വലി ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ കൊടുത്തു തീർക്കുന്നത്, അതിൻ്റെ ഒരു ഓർഡർ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യൂ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കും ഇങ്ങനെ സീക്വൻസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മളിപ്പോൾ ഏത് ഏരിയ പഠിക്കുകയാണെങ്കിലും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോസസ്സാണ്. അപ്പോൾ അതിനൊരു സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. കാരണം ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായി ചോദിക്കുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമിന് തന്നെ നമുക്ക് ചിലപ്പോൾ 3-4 ക്വസ്റ്റ്യൻസ് ഇതേ ടൈപ്പ് കാണാനായിട്ട് സാധിക്കും പല യൂണിറ്റിൽ നിന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിന് കൃത്യമായിട്ടൊരു പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഈ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ച് നമുക്ക് കാണാം. അപ്പം നേരത്തെ ഒരു പാറ്റേൺ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കാറ്, നമുക്ക് വേണമെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കുന്നു, ആ ഒരു തരത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് തന്നിട്ട് നമ്മളോട് പറയാണ് ഇതിൽ ആദ്യം ഏതാണോ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ അവസാനം ഏതിലേക്കാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയർ വന്നിരിക്കുന്നത് അതനുസരിച്ച് ഇതിനെ അറേഞ്ച് ചെയ്യൂ. ചിലപ്പോൾ അസെൻഡിങ് ഓർഡറിലായിരിക്കാം, ഡിസെൻഡിങ് ഓർഡറിലായിരിക്കാം. അപ്പോൾ ഉള്ളൊരു പ്രശ്നം നമുക്ക് 4 എണ്ണത്തിൻ്റെ ഇയേഴ്സ് അറിയാമെങ്കിലേ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒന്നറിഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുമ്പോഴും കുറച്ചുകൂടി പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം നമ്മുടെ പഠനത്തിലും ആ ഒരു മാറ്റം നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. നേരത്തെ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ 1-2 ഇയർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഈ തരത്തിൽ ചോദിക്കുമ്പം എല്ലാത്തിൻ്റെ ഇയേഴ്സ് നമുക്ക് അറിയാമായിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിതിനു മുമ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, അതിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ വെച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസുകൾ നിങ്ങൾ റെഫർ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പറയുന്നത്. സോ അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷേ അവിടെ നമ്മുടെ ചോദിക്കുന്ന രീതിയിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഏതായാലും ഈ ക്വസ്റ്റനെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. അപ്പം നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കി വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ പഠനത്തിലും ആ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ചെറിയ ഗൈഡൻസിൻ്റെയൊക്കെ മാത്രം ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില ലൈവ് സെഷൻസ് ഒക്കെ അതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കും. സോ ദാറ്റ് നിങ്ങൾക്കൊരു എന്താ പറയുക, എങ്ങനെയാണ് പഠിക്കേണ്ടേ, ക്വസ്റ്റ്യൻസ് വരുന്ന മാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ പഠിക്കുന്ന ഒരു നാഷണൽ ലെവൽ എക്സാമിനാണ്. അപ്പം അത്രത്തോളം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്രയും കാലത്തിനിടയിൽ, അത് ഞാൻ പറയുന്നത് ഇക്കഴിഞ്ഞ 1-2-3 എക്സാം എന്നുള്ളതല്ല, ഒരു 2012 തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും നല്ലൊരു ബേസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകുന്നത്. പ്രത്യേകിച്ച് സബ്ജക്റ്റിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചൊരു റിസൾട്ട് നിങ്ങൾക്ക് വരുള്ളൂ. സോ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് സീക്വൻസിങ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇപ്പം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ, സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ. സോ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ആ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് വായിച്ച് വരിക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ ഇത് സിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒന്നുകിൽ എയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിയിലായിരിക്കും. സോ അത് വെച്ചിട്ട് നിങ്ങളവിടെ സീക്വൻസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു ഏരിയ എന്താണ് എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. സോ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 39 ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം, അതായത് എല്ലാവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പാർട്ട്നേഴ്സിനിടയിലുള്ള ആ ഒരു റിലേഷൻ നമ്മൾ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തു, അപ്പോൾ അവിടെ ഡിസൊല്യൂഷൻ നടന്നു. 2 പാർട്ട്നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, പുതിയൊരാൾ വന്നു. സോ ദർ ഇസ് എ ചേഞ്ച്, സോ ദർ ഇസ് എ ഡിസൊല്യൂഷൻ. ഒരു പാർട്ട്ണർ റിട്ടയർ ആയി,
അപ്പോഴും അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്താ പറയുക മരിച്ചു പോകുന്നു, അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആവുന്നുണ്ട്, സോ അവിടെയും ഡിസൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആകണം എന്ന് നിർബന്ധമില്ല. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും രണ്ടും രണ്ടാണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഫേം ഇല്ല. ഫേം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പാർട്ട്നേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടന്നു എന്ന് വെച്ചാൽ അവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കണമെന്ന് നിർബന്ധവുമില്ല. ലെറ്റ്സ് സീ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇസ് ദ ആക്ട് ഓഫ് എൻഡിങ് ദ ഓൾഡ് പാർട്ട്ണർഷിപ്പ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഫേം ഡ്യൂ ടു അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഇൻസോൾവൻസി ആൻഡ് എക്സ്പയറി ഓഫ് പീരീഡ്. ചിലതൊരു കാലഘട്ടത്തിലേക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന മാത്രം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടം കഴിയുമ്പോൾ പാർട്ട്ണർഷിപ്പ് അവസാനിച്ചു. സോ മേ ഓർ മേ നോട്ട് ക്ലോസ് ദ ബിസിനസ്, അതാണ് പോയിന്റ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മേ ഓർ മേ നോട്ട് ക്ലോസ് ദ ബിസിനസ്. ചിലപ്പോൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ തീർന്ന് വൈൻഡപ്പ് ആയേക്കാം, പക്ഷെ അത് നിർബന്ധമല്ല. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ് യു ഹാവ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഇനി ഒരു ഡിസൊല്യൂഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഈ പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കുക, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാമല്ല. സോ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തേർഡ് പാർട്ടീസിന്, കമ്പനിക്ക് പുറത്തുള്ളവർക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകൾ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. സോ ഇറ്റ്സ് ഇൻ പേയിങ് ഓഫ് ഡെറ്റ് ഓഫ് ദ ഫേം ടു തേർഡ് പാർട്ടീസ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടേ? ഇൻ പേയിങ് ഈച്ച് പാർട്ട്ണർ പ്രൊപ്പോർഷനേറ്റ്ലി വാട്ട് ഈസ് ഡ്യൂ ടു ഹിം ഓർ ഹെർ ഫ്രം ദ ഫേം ഫോർ അഡ്വാൻസസ് ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ക്യാപിറ്റൽ. അപ്പോൾ ഈ പാർട്ട്നേഴ്സിൽ നിന്നുമെല്ലാം അഡ്വാൻസസ് ഫേം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസസ് കൃത്യമായിട്ട് അവർക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം തേർഡ് പാർട്ടീസിനുള്ള പേയ്മെന്റ് കൊടുക്കുക, ദെൻ പാർട്ട്നേഴ്സിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻസസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തു തീർക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അഡ്വാൻസസ് കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു നൽകുന്നത്. അവരെത്രയാണോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു നൽകുന്നത്. ഇനി അതും കഴിഞ്ഞ് നമുക്ക് വീണ്ടും എമൗണ്ട് മിച്ചമുണ്ട്, ബാലൻസ് ഉണ്ട് എങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള ഈ പാർട്ട്നേഴ്സിന് ആ മിച്ചമുള്ള എമൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് വീതിച്ച് നൽകണം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചുമ്മാ ഒരു എക്സാമ്പിളിന് പറയുകയാണ്, ഒരു 5000 രൂപയാണ് എല്ലാം കഴിഞ്ഞപ്പം മിച്ചം ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അതായത് തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പം സ്റ്റിൽ നിങ്ങൾക്ക് ഒരു 5000 റുപ്പീസ് ഉണ്ട്. 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടും? എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 3000, സോറി ഞാൻ 5000 എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് 6000. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. 6000 രൂപയാണ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. സോ എ എന്ന് പറയുന്ന ആൾക്ക് 3000 കൊടുക്കും, ബി എന്ന് പറയുന്ന ആൾക്ക് 2000 കൊടുക്കും, സി എന്ന് പറയുന്ന ആൾക്ക് 1000 കൊടുക്കും. സോ 3000 + 2000 5000, 5000 + 1000 6000. അങ്ങനെ 6000 രൂപ വിധിച്ച് നൽകും. അപ്പോൾ അത് ഏത് റേഷ്യോ അനുസരിച്ചിട്ടാണ്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ചിട്ടാണെന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ ഓർഡർ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു, പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പാർട്ട്നേഴ്സിൽ നിന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നു, അതിനുശേഷം അവരുടെ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും എക്സ്ട്രാ സർപ്ലസ് എമൗണ്ട് അല്ലെങ്കിൽ റെസിഡ്യൂ ഉണ്ടെങ്കിൽ വാട്ട് വി വിൽ ഡു? വിൽ ഷെയർ ടു ദം ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, പേയിങ് ടു ഈച്ച് പാർട്ട്ണർ. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ, ഞാൻ ABCD ആദ്യം തൊട്ട് വായിച്ചു പോകുന്നില്ല, ഞാൻ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കി. സോ ഐ ക്യാൻ സി ഒന്നുകിൽ എയിലായിരിക്കും അല്ലെങ്കിൽ സിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എയോ സിയോ മാത്രമാണ് ആദ്യം വായിച്ചു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എ, പേയിങ് ടു ഈച്ച് പാർട്ട്ണർ റേറ്റബിളി വാട്ട് ഈസ് ഡ്യൂ ടു ഹിം ഫ്രം ദ ഫേം ഫോർ അഡ്വാൻസസ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ക്യാപിറ്റൽ. അത് ആക്ച്വലി സെക്കൻഡ് പോയിന്റ് ആയിരുന്നു, ഫസ്റ്റ് പോയിന്റ് അതല്ലായിരുന്നു. യെസ്, സി ഇസ് ദ ഫസ്റ്റ് പോയിന്റ്, പേയിങ് ദ ഡെറ്റ് ഓഫ് ദ ഫേം ടു തേർഡ് പാർട്ടീസ്. അപ്പം നമുക്ക് മനസ്സിലാവുകയാണ് സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രം നമുക്കിവിടെ മതി. യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ഓപ്ഷൻ ബി, സി രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടിലും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ സി കഴിഞ്ഞ് എ ആണെന്നുള്ളത് ഉറപ്പാണ്. അപ്പം അടുത്തത് ബി ആണോ ഡി ആണോ? ഓക്കെ, അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ബിയിലാണോ ഡിയിലാണോ എന്നുള്ളതും കൂടെ അറിഞ്ഞാൽ മതി. പലതിൻ്റെയും പ്രോസസ്സിൻ്റെ ഒരു ബിഗിനിങ്ങും ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജും അറിയാമെങ്കിൽ തന്നെ നമുക്ക് പലതും ആൻസർ ചെയ്യാൻ പറ്റും. സോ എനിവേ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സോ ബി ഓർ ഡി മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. Paying to each partner ratably what is due to him on account of capital. So this is something about capital contribution e kurichittana. Appo adumalla last aayittu variya. Paying to residue if any two partners in the proportion in which they were entitled to share the profit. So remaining എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് ഉറപ്പായിട്ടും ഫൈനൽ പോയിന്റ്. സോ ദാറ്റ് സിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന പോയിന്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയാം അല്ലേ. സോ ദാറ്റ് ഉറപ്പായിട്ടും നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി.
സോ ഇങ്ങനെ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ ചിലത് ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ സ്റ്റെപ്സുകളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ 2-3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സീക്വൻസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ എഴുതുന്ന പോലെ അല്ല, ഇത് കുറച്ചൊരു സമയം എടുക്കും. അപ്പം നമുക്കത് ഏറ്റവും സമയം കുറച്ച് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ട്രിക്ക് നിങ്ങൾക്ക് അറിയായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ്. സോ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള സ്റ്റെപ്സുകൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഏരിയാസ് എല്ലാം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, സോ നല്ല രീതിയിൽ ഈ ഒരു ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.